നമസ്കാരം. റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് ഇവാൻ വുക്കുമിനോവിച്ച് പോയതോടെ വലിയ മാറ്റങ്ങൾ എന്തായാലും ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. ആരാധകരുടെ മനസ്സിലുള്ള ചോദ്യം, ദിമിത്രിയോസ് ഡയമൻഡോസ് ഇപ്പം ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയ താരമാണ്. അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൽ തുടരുമോ, അഡ്രിയാൻ ലൂണ തുടരുമോ? ഈ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ദിമിത്രിയോസ് ഡയമൻഡോസ് ഫ്രീ ഏജന്റ് ആണ്. അദ്ദേഹത്തിനൊരു കോൺട്രാക്ട് ഓഫർ ചെയ്തിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ മറുപടി എന്താണെന്നുള്ളത് വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം മാർക്കസ് മർഹുലാവുദ്ദീൻ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേറ്റ് നൽകിയിട്ടുണ്ടായിരുന്നു. അതേസമയം അഡ്രിയാൻ ലൂണയുടെ കാര്യത്തിൽ ലൂണയുടെ കോൺട്രാക്ട് എക്സ്റ്റൻഷനുമായി ബന്ധപ്പെട്ട ആ ഒരു ക്ലോസ് ട്രിഗർ ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സിൽ ഒരു വർഷം കൂടി തുടരാം. അങ്ങനെയാണ് കാര്യങ്ങൾ. പക്ഷേ വേണമെങ്കിൽ അഡ്രിയാൻ ലൂണയെ ബ്ലാസ്റ്റേഴ്സിന് ഒഴിവാക്കുകയും ചെയ്യാം. കാരണം കരാറുള്ള താരത്തെ വിൽക്കുക എന്നുള്ളതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാണ്. അതെപ്പോഴാണ് സംഭവിക്കുക? പുതിയൊരു കോച്ച് വരുമ്പോൾ കോച്ച് തീരുമാനിക്കണം ഈ താരം വേണോ വേണ്ടയോ. സ്വാഭാവികമാണത്. പുതിയൊരു കോച്ച് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ചുള്ള ടീമായിരിക്കും അദ്ദേഹം ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ലൂണയുടെ കാര്യത്തിൽ പുതിയ കോച്ച് വന്നിട്ടേ തീരുമാനമാവൂ എന്നൊരു റിപ്പോർട്ട് ഇപ്പോൾ മലയാള മനോരമ പുറത്തുവിടുന്നു. അവർ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ മീഡിയ പാർട്ണറായിരുന്നു, നമുക്കറിയാം അത്. അപ്പം അവരുടെ മനോരമ ഓൺലൈനിൽ ഈ കാര്യം അവർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കളം വിടുമോ ലൂണ ദിമി എന്ന് ചോദിച്ചുകൊണ്ട് അവർ വിശദീകരിക്കുന്നു. ISL ഗോൾഡൻ ബൂട്ട് നേടുന്ന ആദ്യ ബ്ലാസ്റ്റേഴ്സ് താരമായ ദിമിത്രിയോസ് ഡയമൻഡോസും ക്യാപ്റ്റനും പ്ലേമേക്കറുമായ ഉറുഗ്വായ് മിഡ്ഫീൽഡർ അഡ്രിയാൻ ലൂണയും ഉൾപ്പെടെയുള്ള വിദേശ താരങ്ങൾ തുടരുന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഈ മാസം കരാർ അവസാനിക്കുന്ന ദിമിയെ പൊന്നും വില കൊടുക്കാൻ ഒട്ടേറെ എതിരാളികളുള്ള സ്ഥിതിക്ക് നിലനിർത്താൻ ബ്ലാസ്റ്റേഴ്സിന് അത്ര എളുപ്പമാകില്ല. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ദെൻ ഒരു വർഷം കൂടി ബ്ലാസ്റ്റേഴ്സിൽ തുടരാൻ വ്യവസ്ഥയുണ്ടെങ്കിലും പുതിയ പരിശീലകന്റെ അഭിപ്രായം കൂടി പരിഗണിച്ചാകും ലൂണയുടെ തിരിച്ചുവരവ്. ലീഗിലെ ഏറ്റവും മൂല്യമുള്ള താരങ്ങളിൽ ഒരാളായ ലൂണയെ വൻതുക കൊടുത്ത് ക്ലബിന് ഫീസ് നൽകി സ്വന്തമാക്കാനും ടീമുകൾ രംഗത്തുണ്ട്. ഇന്ത്യൻ താരങ്ങളായ ജീക്സൺ സിംഗ്, മുഹമ്മദ് ഐമൻ, KP രാഹുൽ, സൗരവ് മണ്ഡൽ എന്നിവരെ നോട്ടമിട്ടും ടീമുകൾ രംഗത്തുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? പുതിയ കോച്ചിൻ്റെ തീരുമാനമനുസരിച്ചായിരിക്കും ലൂണയുടെ തുടർച്ച. പുതിയ കോച്ച് ആരായിരിക്കും എന്നുള്ളതിൽ ഇപ്പോൾ സൂചനകളൊന്നുമില്ല. അത് അധികം വൈകാതെ തന്നെ ആ ഒരു പ്രഖ്യാപനം വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം ബ്ലാസ്റ്റേഴ്സിൽ നിന്നും മറ്റ് താരങ്ങളെയും സ്വന്തമാക്കാൻ ടീമുകൾ രംഗത്തുണ്ട്. വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ വാർത്തകൾ പുറത്തേക്ക് വരും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.